السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ശഅബാൻ മാസത്തെ നാം എന്തുകൊണ്ട് സ്നേഹിക്കണം? അല്ലെങ്കിൽ ശഅബാൻ മാസം എന്തുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതാകണം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയുവാൻ ശ്രമിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ. എന്തുകൊണ്ട് ഈ മാസം നമുക്ക് പ്രിയപ്പെട്ടതാകണമെന്ന ചോദ്യത്തിന് വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും തുടക്കത്തിൽ തന്നെ. എന്താണത്? നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മാസവും ഈ മാസത്തിലെ നോമ്പും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നോമ്പനുഷ്ഠിക്കാൻ ഇഷ്ടപ്പെട്ട മാസം ശഅബാനായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നോമ്പ് നോൽക്കുവാൻ അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് ശഅബാൻ. ഈ ഒരൊറ്റ കാരണം മതി വിശ്വാസികൾക്കൊന്നടങ്കം ശഅബാൻ മാസത്തെ സ്നേഹിക്കുവാനും ആ മാസത്തിൽ നോമ്പുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുകയും പരലോകത്തെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ നാമൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം കൃത്യമായി പിൻപറ്റുകയും ആ പ്രവാചകന്റെ ചര്യകളെ നാം പിന്തുടരുകയും ചെയ്താൽ തീർച്ചയായും പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവാചകന്റെ ചര്യകളിൽപ്പെട്ടതായിരുന്നു ശഅബാൻ മാസത്തിന് പ്രാധാന്യം നൽകലും ആ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കലും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സനദിലൂടെ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലം അറഹു സായിമൻ മിൻ ഷഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും, അഥവാ ഐച്ഛികമായ നോമ്പാണ് ഉദ്ദേശിക്കുന്നത്, റമളാനല്ല, മറ്റൊരു മാസത്തിലും അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് നോൽക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകൾക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ അവർ നോമ്പുകൾ വർദ്ധിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ആ വിഷയത്തിൽ അവർ പിൻപറ്റുകയും ഈ മാസത്തെ അവർ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അതേ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ഒരു ചര്യ നടപ്പിലാക്കുമ്പോൾ നാം ആലോചിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഹിക്മത്തുകൾ, ധാരാളം തത്വങ്ങൾ, ധാരാളം ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലർക്കതറിയാൻ സാധിക്കും, ചിലർക്കതറിയാതെ പോകും. അതുകൊണ്ട് തന്നെ അറിയുന്ന ആളുകളും അല്ലാത്തവരുമൊക്കെ തന്നെ ശഅബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുക. എന്നാൽ അതിന്റെ തത്വങ്ങളിലേക്ക്, അതിന്റെ ഹിക്മത്തിലേക്ക് പോയാൽ നമുക്ക് പല തത്വങ്ങളും കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് റമളാൻ മാസത്തിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ റമളാനിന്റെ പ്രാധാന്യം എത്രയാണ് എന്നുള്ളത് നാം ഒക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ വർഷവും കടന്നു വരുന്ന ഏറ്റവും വലിയ അതിഥി തന്നെയാണ് പരിശുദ്ധ റമളാൻ മാസം. പണ്ഡിതന്മാർ പറയുന്നത്
അങ്ങനെയുള്ള ഒരു അതിഥിയെ, ഒരു ദൈഫിനെ, ആ ദൈഫിനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരുങ്ങലാകുന്നു യഥാർത്ഥത്തിൽ ശഅബാൻ മാസം. കാരണം നാം ഏതെങ്കിലും ഒരു വ്യക്തിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിഥിയായി വരും എന്ന അറിയിപ്പ് നമുക്ക് ലഭിച്ചാൽ തീർച്ചയായും നാം അതിനുവേണ്ടി ഒരുങ്ങും. കാരണം നാം ആ അതിഥിയെ നാം എന്ത് ചെയ്യുന്നു? ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്ഥാനമാനങ്ങൾ നൽകുന്നു. എങ്കിൽ പരിശുദ്ധ റമദാൻ മാസം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ മഹത്വമേറിയതാണ്. അങ്ങനെയുള്ള ഒരു അതിഥിയെ നാം നേരത്തെ തന്നെ വരവേൽക്കുവാൻ വേണ്ടി, സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. ആ തയ്യാറാവനാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസവും ശഅബാൻ മാസത്തിലെ നോമ്പും എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് സൂചന നൽകുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, അന്നഹു ലം യകുൻ യസൂമു മിനസ്സനതി ശഹറൻ താമ്മൻ ഇല്ലാ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായും റമളാൻ ഒഴികെ പൂർണ്ണ ദിവസങ്ങളിൽ നോമ്പ് നോറ്റിട്ടുള്ളത് ശഅബാൻ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അല്പം ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും അള്ളാഹുവിന്റെ റസൂൽ നോമ്പ് നോൽക്കുമായിരുന്നു. യസിലുഹു ബിറമളാൻ, എന്നിട്ട് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലേക്ക് ചേർക്കുമായിരുന്നു. അഥവാ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റമളാനിലേക്ക് ചേർക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അപ്പോൾ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാം, ഷഹ്റു സിയാം, നോമ്പിന്റെ മാസമാണ് റമളാൻ. ആ റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ സൗമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിലും വർദ്ധിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ റമളാനിനെ വരവേൽക്കുകയായിരുന്നു, അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഇതേപോലെയുള്ള ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോറ്റു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരങ്ങളിൽ ഒന്ന് റമളാൻ മാസത്തിനു വേണ്ടി തയ്യാറെടുക്കലും റമളാൻ എന്ന മഹത്തായ അതിഥിയെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമുക്കറിയാം റമളാൻ മാസത്തിലെ നോമ്പ്, ആ നോമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ നിയന്ത്രണമാണല്ലോ. കണ്ണുകളെ നിയന്ത്രിക്കുക, കാതിനെ നിയന്ത്രിക്കുക, നാവിനെ നിയന്ത്രിക്കുക, ലൈംഗികാവയവങ്ങളെ നിയന്ത്രിക്കുക, അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ എല്ലാ ഹറാമുകളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട്, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണല്ലോ സിയാമിലൂടെ ഉണ്ടാവുന്നത്. എങ്കിൽ അതിലേക്കുള്ള ഒരു പരിശീലനം കൂടിയാണ് ശഅബാൻ മാസത്തിലെ ധാരാളമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ ധാരാളമായി നോമ്പ് നോൽക്കുന്നത് കാണുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. അധിക ജനങ്ങളും അശ്രദ്ധയിലാകുന്ന, റജബിനും റമളാനിനുമിടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശ്രദ്ധിക്കുക, ശഅബാൻ മാസത്തിൽ അഅമാലുകൾ അഥവാ സൽപ്രവർത്തനങ്ങൾ ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. അതുകൊണ്ട് തന്നെ എന്റെ മറ്റു എല്ലാ അമലുകളും നോമ്പുകാരനായിരിക്കെ ഉയർന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നോമ്പെന്ന അമലിൽ മാത്രം പരിമിതമല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അൽ അഅമാൽ തുർഫഉ ഫീഹിൽ അഅമാൽ, അഅമാലുകൾ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു. അതേപോലെ തന്നെ അൻ യുർഫഅ അമലി വഅന സായിമുൻ, നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ. അപ്പോൾ നോമ്പുകാരനായിരിക്കെ മറ്റു അമലുകളാണ് ഉദ്ദേശം. അപ്പോൾ ശഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അത് നോമ്പ് മാത്രമല്ല, മറിച്ച് മറ്റു എല്ലാ സൽക്കർമ്മങ്ങളിലും വർധനവുണ്ടാവേണ്ടുന്ന ഒരു മാസമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ്. എന്താണ് അതിനുള്ള കാരണം? സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അല്ലാഹു ഫർളാക്കിയ അമലുകൾ അടിമകൾ ചെയ്യലാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് റഹ്മാനായ റബ്ബിന്റെ വാക്കുകളാണ്,
വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹ്. സുന്നത്തായ ഇബാദത്തുകൾ, സുന്നത്തായ നോമ്പുകൾ, നമസ്കാരങ്ങൾ, അതേപോലെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം? ഹത്താ ഉഹിബ്ബഹു, അവസാനം ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാളിൽ സ്ഥിരപ്പെടുക. അതെപ്പോഴാണ് സ്ഥിരപ്പെടുന്നത്? സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ, സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം സ്ഥിരപ്പെടുന്നു. അങ്ങനെ ഫൈദ അഹ്ബബ്തുഹു, ആ അടിമയെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ വഇൻ സഅലനീ ലഉഅതിയന്ന വലഇൻ ഇസ്തആദനീ ലഉഈദന്ന. അങ്ങനെ ആ അടിമ സൽക്കർമ്മങ്ങളിലൂടെ എന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ അടിമയെ ഞാൻ സ്നേഹിക്കും. സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കേൾക്കുന്ന കാത് ഞാനായിത്തീരും, കാണുന്ന കണ്ണ് ഞാനായിത്തീരും, പിടിക്കുന്ന കൈ ഞാനായിത്തീരും, നടക്കുന്ന കാലും ഞാനായിത്തീരും. അവൻ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ നൽകും, എന്തിൽ നിന്ന് അഭയം തേടിയാലും ആ അടിമയെ ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ വിലായത്തിന്റെ, അള്ളാഹുവിന്റെ വലിയകളാകാൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളാവാനുള്ള ഒരു അവസരമാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനായിത്തീരുമെന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ആ കണ്ണുകൊണ്ട് ആ വ്യക്തി പിന്നെ കാണുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ കാതുകൊണ്ട് കേൾക്കുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ കൈകൊണ്ട് സ്പർശിക്കുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമേ ആ വ്യക്തി പോവുകയുമുള്ളൂ എന്ന് പറഞ്ഞാൽ തന്റെ ശരീര അവയവങ്ങളെ എല്ലാ ഹറാമുകളിൽ നിന്നും അയാൾ പ്രൊട്ടക്ട് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ തഫ്സീർ, അല്ലെങ്കിൽ അതിന്റെ ഷറഹ്. രണ്ടാമത്തെ ഷറഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ കണ്ണിനും കാതിനും ശരീരത്തിലെ മറ്റു അവയവങ്ങൾക്കും പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉണ്ടാകുന്നു. നമുക്കറിയാം, റമളാൻ മാസത്തിൽ നമ്മുടെ നോമ്പ് ഏറ്റവും ശരിയായ രൂപത്തിലായി തീരണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അതാണ് പ്രധാനപ്പെട്ടത്. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. ഇത് നമുക്കൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കുമെല്ലാം അള്ളാഹുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാനും തഖ്വയോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കുവാനും റമളാനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പരിപൂർണമായും പൂർത്തീകരിക്കുന്ന രൂപത്തിൽ റമളാനിനെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നത് ഈ സൽക്കർമ്മങ്ങളിലെ വർധനവാണ്. അപ്പോൾ ശഅബാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. അപ്പോൾ ധാരാളമായി സൽക്കർമ്മം കാണപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ സാമീപ്യം ആ അടിമക്ക് ലഭിക്കുന്നു. അതോടുകൂടി ശരീരത്തിലെ മറ്റു അവയവങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. ആ പ്രൊട്ടക്ഷൻ റമളാനിൽ ആ വ്യക്തിയെ ധാരാളമായി സൽക്കർമ്മങ്ങൾക്ക് സഹായിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തൗഫീഖ് ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒരു സൽക്കർമ്മം മറ്റൊരു സൽക്കർമ്മത്തെ ക്ഷണിക്കും. അതേപോലെ തന്നെ സൽപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനുഷ്യന്റെ ഒരു മടി, അലസത, അതേപോലെ തന്നെ അവന്റെ ഒരു അപരിചിതത്വം അത് ഇല്ലാതെയാക്കും. അപ്പോൾ സൽക്കർമ്മങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസം ഉണ്ടാവുകയില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ളതായി തീർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തുടക്കം ഇബാദത്തുകളിലാണെങ്കിൽ ശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഉന്മേഷവും ആവേശവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ റമളാൻ മാസത്തിലെ മറ്റു എല്ലാ ഇബാദത്തുകളിലും ഒരു തരം തൈസീർ, ഒരു തരം എളുപ്പം ലഭിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ കിടന്നുറങ്ങുമ്പോൾ പിശാച് അയാളുടെ പിരടിയിൽ 3 കെട്ടുകൾ കെട്ടുന്നുണ്ട്. ആ വ്യക്തി എഴുന്നേൽക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ ഈ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ കൃത്യമായി പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ് വഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ. അഥവാ ഇബാദത്തുകൾ കൊണ്ട് ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ത്വയ്യിബൻ നഫ്സ്, നല്ല മാനസികമായ ഉന്മേഷത്തോടുകൂടി, നശീതൻ
നല്ല ആവേശത്തോടു കൂടിയായിരിക്കും ആ ദിവസം അയാൾ പ്രവർത്തിക്കുക. കാരണം ഇബാദത്ത് കൊണ്ടാണ് തുടങ്ങിയത്. ഇല്ല എങ്കിൽ ഖബീസൻ നഫ്സ്, മോശമായ ഒരു മാനസികാവസ്ഥയായിരിക്കും, കസ്ലാൻ, മടിയുമുണ്ടാകും. അപ്പോൾ അലസതയെയും മടിയെയും ഇല്ലാതെയാക്കുന്നത് അതിനു മുമ്പ് ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. ഒരാൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് തുടങ്ങിയാൽ അതിൽ ബറക്കത്തുണ്ടാകുമെന്നർത്ഥം, അതിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമെന്നർത്ഥം. കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ആവേശമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോൽക്കുകയും മറ്റു സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഉന്മേഷവും ആവേശവും റമളാൻ മാസത്തിൽ കൂടുതൽ പ്രകടമാവുകയാണ് ചെയ്യുക. എന്നാൽ പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും, നീ ശഅബാനിൽ ധാരാളം നോമ്പ് നോറ്റാൽ റമളാനിൽ നോമ്പ് നോൽക്കാൻ നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും, നിന്റെ ശരീരമെല്ലാം ക്ഷീണിക്കും, ഭക്ഷണം കഴിക്കാതെ പ്രയാസമുണ്ടാകും, അപ്പോൾ നിനക്ക് റമളാനിൽ തുടങ്ങാം, ശഅബാനിൽ നോമ്പ് നോറ്റാൽ അത് നിനക്ക് പ്രയാസമുണ്ടാക്കുമെന്നൊരു പക്ഷേ പിശാചോ അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ദേഹേച്ഛയോ അതല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു പക്ഷേ നമ്മളോട് പറഞ്ഞേക്കാൻ, നമ്മെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബാദത്തുകളിൽ മുഴുകുകയും കൂടുതൽ തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരുകയാണ് ചെയ്യുക. സൂറത്തു ത്വലാഖിൽ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കും. സൂറത്തുൽ ലൈലിലെ 5, 6, 7 വചനങ്ങൾ നോക്കുക. ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ആരാണോ നൽകുകയും തഖ്വ കാത്തു സൂക്ഷിക്കുകയും ഏറ്റവും ഖൈറായതിനെ, നന്മയായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂടുതൽ എളുപ്പം നൽകുകയാണ് ചെയ്യുക. അപ്പോൾ തഖ്വയും സൽപ്രവർത്തനങ്ങളും കൂടുതൽ എളുപ്പത്തിലേക്കാണ് നയിക്കുക. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൗഫീഖാണ്. അല്ലാതെ നീ ക്ഷീണിക്കും, നിനക്ക് പ്രയാസമുണ്ടാകും, പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ കുറവ് വരുത്തണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ്, അതല്ലെങ്കിൽ നമ്മുടെ ദേഹേച്ഛയാണ്. അതുകൊണ്ട് ശഅബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ടോ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ടോ നമ്മുടെ റമളാനിനെ അത് ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു തൈസീർ നൽകും, എളുപ്പം നൽകും എന്ന് ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല, നമുക്കറിയാം പരിശുദ്ധ റമളാൻ മാസത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുന്നുണ്ട്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. അതിലെ വലിയൊരു തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ, വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് റമളാനിൽ ലഭിക്കും. വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങൾ, ഏതെങ്കിലും ഒന്നല്ല, നോമ്പ് മാത്രമല്ല, മറിച്ച് നമുക്കറിയാം നോമ്പ്, അതേപോലെ തന്നെ ഖിയാമുൽ ലൈൽ, സദഖ, ദഅവത്തുകൾ, മറ്റ് അദ്കാറുകൾ, ഖുർആനിന്റെ പാരായണം, എല്ലാറ്റിലും വർധനവുണ്ടാകുന്ന ഒരു മാസമാണല്ലോ റമളാൻ മാസം. അപ്പോൾ ഈ സൽക്കർമ്മങ്ങളുടെ എല്ലാം കവാടങ്ങൾ തുറക്കപ്പെടണം. അങ്ങനെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും കയറിപ്പോകാൻ പ്രാപ്തരായിത്തീരുന്ന രൂപത്തിലുള്ള അമലുകൾ നമുക്കുണ്ടാവണം. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും നമ്മൾ പരിശ്രമിച്ചു മുന്നേറിയാൽ കൂടുതൽ കൂടുതൽ നന്മയുടെ കവാടങ്ങൾ തുറന്നു തരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ കൂടുതൽ പരിശ്രമിക്കുന്നതാരാണോ അവർക്ക് കൂടുതൽ കൂടുതൽ വഴികൾ നാം എളുപ്പമാക്കി കൊടുക്കുകയും അവർക്കത്തരം വഴികളിലേക്ക് നാം അവരെ മാർഗദർശനം നൽകുകയും ചെയ്യുന്നതാണ്. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു സുകൃതം ചെയ്യുന്നവരുടെ കൂടെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ലനഹ്ദിയന്നഹും സുബുലനാ എന്നാണ്. അവിടെ സബീലിന്റെ ജംആണ് സുബുൽ, ധാരാളം മാർഗങ്ങൾ അഥവാ സൽക്കർമ്മങ്ങളുടെ ധാരാളം വാതിലുകൾ തുറന്നു കിട്ടും നമ്മൾ പരിശ്രമിച്ചാൽ. അപ്പോൾ ശഅബാനിലെ പരിശ്രമം റമളാനിലെ ധാരാളം നന്മയുടെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ നമ്മെ സഹായിക്കും. സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഇഹ്തദൗ. ആരാണോ സന്മാർഗം സ്വീകരിക്കുന്നത്, സാദഹും ഹുദൻ, അവർക്ക് നാം ഹിദായത്ത് ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കും. വ ആതാഹും തഖ്വാഹും, അവർക്ക് അവരുടെ തഖ്വ നാം നൽകുകയും ചെയ്യും. നമുക്കറിയാം റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ. തഖ്വയിൽ വർധനവുണ്ടാവുന്നത് എപ്പോഴാണ്? സൽക്കർമ്മങ്ങളിൽ വർധനവുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശഅബാൻ മാസത്തിലെ ആരാധനകൾ, ശഅബാൻ മാസത്തിലെ നോമ്പ്, അതെല്ലാം തന്നെ നമുക്ക് ഹിദായത്ത് വർദ്ധിച്ചു കിട്ടാനും തഖ്വ വർദ്ധിച്ചു കിട്ടാനും കാരണമായി തീരുന്നു എന്നാണ് സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പാപങ്ങൾ നമ്മിൽ നിന്ന് കഴുകപ്പെടുമ്പോൾ സൽക്കർമ്മങ്ങളിൽ വർധനവുണ്ടാകുവാൻ അത് നമ്മെ സഹായിക്കുന്നു. നമ്മൾ പാപികളാണെങ്കിൽ
നമ്മൾ കുറ്റക്കാരാണെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് തൗബ ചെയ്യുന്നുമില്ലെങ്കിൽ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് തടയപ്പെടും. തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തടയപ്പെടും. ഇത് ഖുർആനിലൂടെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ടാണ് നാം റമളാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാ കൂടുതൽ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് ലഭിക്കും. സൂറത്തു ത്വലാഖിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി. നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയും. വയുഅദിം ലഹു അജ്റ. ധാരാളം പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും. അപ്പോൾ സൽക്കർമ്മങ്ങളിലൂടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. ശഅബാൻ മാസത്തിൽ നമുക്കറിയാം ഒരു നോമ്പ് കൊണ്ട് തന്നെ, ഒരു നോമ്പിന്റെ നേട്ടം അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പലതവണ. ഇനിയും നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഒരൊറ്റ നോമ്പ് കൊണ്ട് തന്നെ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നുണ്ട്. നരകത്തിൽ നിന്ന് ബഹുദൂരം ഒരാൾ അകന്നു പോകുന്നുണ്ട് ഒരൊറ്റ നോമ്പിലൂടെ തന്നെ. അപ്പോൾ ശഅബാൻ മാസത്തിൽ ഇഖ്ലാസോടുകൂടി ഒരാൾ നോമ്പുകൾ വർദ്ധിപ്പിക്കുകയും മറ്റു സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അയാൾ പാപരഹിതനായി തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നു, തൗബ സ്വീകരിക്കുന്നു. അപ്പോൾ തെളിഞ്ഞ മനസ്സോടുകൂടി, പാപരഹിതമായൊരു മനസ്സോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ അനുഗ്രഹവും തൗഫീഖുമാണത്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തെ നാം സ്നേഹിക്കുകയും അർഹിക്കുന്ന ഗൗരവത്തിൽ ശഅബാൻ മാസത്തിലെ സൽപ്രവർത്തനങ്ങളെ നാം കാണുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉത്തരമുണ്ട്, അത് ശ്രദ്ധേയമാണ്. ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിനും റമളാനിനുമിടയിൽ ധാരാളം ആളുകൾ അശ്രദ്ധ കാണിക്കുന്ന മാസമാണ് ശഅബാൻ മാസം. കാരണം റജബ് മാസം നമുക്കറിയാം പവിത്ര മാസമാണ്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണ് റജബ് മാസം. റമളാനിന്റെയും പ്രാധാന്യം നമുക്കറിയാം. എന്നാൽ ഇതിനിടയിൽ പലരും ശഅബാനിനെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ശഅബാനിന് പ്രാധാന്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ ഇപ്രകാരം പറഞ്ഞതായി കാണാൻ സാധിക്കും, റജബ് മാസം എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കേണ്ടുന്ന മാസമാണ് റജബ് മാസം. ശഅബാൻ മാസം അതിനെ വെള്ളവും വളവും നൽകി വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണ്. റമളാൻ മാസം ആ സൽക്കർമ്മങ്ങൾ കൊയ്തെടുക്കേണ്ടുന്ന മാസവുമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. റജബ് മാസത്തിൽ നമ്മൾ കൃഷി ഇറക്കുന്നു, ശഅബാനിൽ അതിന് വെള്ളവും വളവും നൽകി അതിനെ പരിപോഷിപ്പിക്കുന്നു, റമളാനിൽ നാം വിളവ് കൊയ്തെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 മാസങ്ങളെയും ജംഇ ചെയ്തത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബൈന റജബ് വ റമളാൻ. അപ്പോൾ റജബിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി, റമളാനിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിന്റെയും പ്രാധാന്യം പറയുന്നു. അപ്പോൾ ഇത് 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അശ്രദ്ധ കാണിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 205-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉൾപ്പെടുവാൻ പാടില്ല. അശ്രദ്ധ കാണിച്ച ആളുകൾക്ക് പരലോകത്ത് അവരോട് പറയപ്പെടും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഈ മഹ്ശറിനെ കുറിച്ച് നീ ഗഫലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു. എന്നാൽ ഇന്ന് നിന്റെ കണ്ണുകളുടെ മറ, ഹൃദയത്തിന്റെ മറ നാം നീക്കുകയാണ്. ഇന്ന് നിന്റെ കാഴ്ച മൂർച്ചയേറിയതാണ്. അപ്പോൾ അശ്രദ്ധ കാണിക്കുന്നവർക്ക് പരലോകത്ത് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് അശ്രദ്ധയില്ലാത്ത ആളുകളായി നമ്മൾ തീരേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകപ്പെടുന്ന സമയങ്ങൾ, സന്ദർഭങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചൊക്കെ കേൾക്കണം, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. വിശ്വാസികൾക്ക് ഓരോ ദിവസവും പ്രധാനപ്പെട്ട ചില സമയങ്ങളുണ്ട്, ഓരോ വക്തുകളുണ്ട്. ആഴ്ചയിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്, അതേപോലെ തന്നെ വർഷങ്ങളിൽ പ്രധാനപ്പെട്ട മാസങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം നൽകുന്നതാകുന്നു. കാരണം അത്തരം സന്ദർഭങ്ങളെ അശ്രദ്ധയോടുകൂടി തള്ളിക്കളയുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും എന്നതുകൊണ്ടാണത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യം, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അമലുകൾ കയറിപ്പോകുന്ന മാസമാണത്. എല്ലാ ദിവസവും സുബഹിയുടെയും അസറിന്റെയും സമയത്ത് അമലുകൾ കയറിപ്പോകുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ കയറിപ്പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു മാസം മുഴുവൻ അമലുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ശഅബാനിനെ നാം സ്നേഹിക്കണം, അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം.
സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കയറിപ്പോകുന്നു. നമുക്കറിയാം, ഒരു അമൽ അല്ലാഹുവിലേക്ക് കയറിപ്പോകാൻ അത് സാലിഹായിരിക്കണം, സാലിഹായ അമലായിരിക്കണം. ഒരു അമല് സാലിഹാവാൻ എന്താണ് വേണ്ടത്? അതിൽ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. രണ്ടാമത്തത് മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുന്ന അവസ്ഥയും ഉണ്ടാകണം. കാരണം റമളാനിൽ നമുക്ക് വേണ്ടത് ഈമാനാണ്, ഇഖ്ലാസാണ്, അതേപോലെ തന്നെ നബിയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ടുള്ള ഇബാദത്താണ്. അപ്പോൾ അമലു സാലിഹാത്തുകളാണ് ആകാശലോകത്തേക്ക് കയറിപ്പോവുക, തിന്മകൾ കയറിപ്പോവുകയില്ല. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നത് നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളുമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇഖ്ലാസ്. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതല്ല റിയാ ഉണ്ടോ, സുമഅത്തുണ്ടോ, അമലുകളെ നിഷ്ഫലമാക്കി കളയുന്ന ശിർക്കുണ്ടോ, അതേപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ടാണ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ ല യത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ ആ പകുതിയുടെ 15ന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് എത്തി നോക്കുകയും ശിർക്ക് ചെയ്യുന്നവരും പരസ്പരം പിണഞ്ഞു കഴിയുന്നവരുമല്ലാത്ത മറ്റു എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, ശഅബാൻ മാസത്തിന്റെ 15ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് എത്തി നോക്കുകയും ശിർക്ക് ചെയ്യാത്ത, പിണഞ്ഞു കഴിയാത്ത ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ശിർക്കിൽ നിന്നും മുക്തമാവണം. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളോടുള്ള വെറുപ്പ്, അസൂയ, വിദ്വേഷം, പക അതെല്ലാം മാറ്റി പരസ്പരം ഇണങ്ങണം. അങ്ങനെ ഇണങ്ങിയും പരസ്പരം സ്നേഹിച്ചും ശിർക്കുകളിൽ നിന്ന് മുക്തമായും അങ്ങനെ അള്ളാഹുവിനോടും പടപ്പുകളോടും സൃഷ്ടാവായ അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ആയിരിക്കണം ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് സമീപിക്കേണ്ടത്. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ശഅബാൻ മാസം അതിന് നമ്മെ സഹായിക്കുന്നതാണ്. അതിലൂടെ റമളാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ആ റമളാനിനെ ഏറ്റവും ശരിയായ ബറക്കത്തോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർന്നു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിൽ 2 പോയിന്റുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിലൊന്ന്, നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ലാ ഇദ്ല ലഹു, അതിന് സമാനമായി നിൽക്കുന്ന മറ്റൊരു അമലില്ല. രണ്ടാമത്തത്, നോമ്പുകാരനായിരിക്കുന്ന ഒരാളുടെ മറ്റു പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. നോമ്പുകാരനായ ഒരാളുടെ, നമുക്കറിയാം നോമ്പുകാരനായ ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടും. ദുആ എന്ന് പറഞ്ഞാൽ അവിടെ ദുആ ഉ തലബുമുണ്ട്, മറ്റു ദുആ ഉൽ ഇബാദാത്ത് അഥവാ അൽ അമാലു സ്വാലിഹാത്ത്. ദുആ എന്ന് പറഞ്ഞാൽ മറ്റു സൽക്കർമ്മങ്ങൾക്കും ദുആ എന്ന പദം ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നോമ്പുകാരായ ആളുകളുടെ മറ്റു സൽപ്രവർത്തനങ്ങളും കൂടുതൽ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. നോമ്പ് തന്നെ ഏറ്റവും ഖൈറായ അമലുമാകുന്നു. അതുകൊണ്ട് തന്നെ നോമ്പുകൾ വർദ്ധിപ്പിക്കണം, മറ്റു സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കണം. നോമ്പിന്റെ കൂടെ മറ്റു സൽക്കർമ്മങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അത് ഉയർന്നു പോകുന്നതാണ്. അതേ സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്, ഹബീബ് ഇബ്നു അബീ സാബിത്ത് റഹിമഹുല്ലാ, അദ്ദേഹം ശഅബാൻ മാസം വന്നാൽ അദ്ദേഹം പറയും, ഹാദാ ഷഹ്റുൽ ഖുർആ, ഇത് ഖുർആൻ പാരായണക്കാരുടെ മാസമാണ്. കാരണം നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണം ഒരാൾക്ക് തഖ്വ നൽകുന്നതാണ്, ഈമാനിൽ വർധനവുണ്ടാക്കുന്നതാണ്. സൂറത്തുൽ അൻഫാലിലെ 2ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിയാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ ശഅബാൻ മാസത്തിൽ ശരിക്കും ശ്രദ്ധിക്കുക. ശഅബാൻ മാസത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ തഫ്സീറോടുകൂടിയുള്ള ഖുർആൻ പാരായണം ശ്രദ്ധിക്കണം. കാരണം അർത്ഥമറിഞ്ഞാലാണ് ഈമാനിൽ വർധനവുണ്ടാകുന്നത്. അതുകൊണ്ട് ശഅബാൻ മാസം നമ്മൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും
സാധിക്കുന്നത്ര ഖുർആൻ തഫ്സീറോടുകൂടി തന്നെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ അത് റമളാനിലേക്ക് വളരെ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ പാരായണവും ഈമാനിന്റെ വർധനവും സൽക്കർമ്മങ്ങളുടെ വർധനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഖുർആൻ പാരായണത്തിന്റെ കൂടെ രാത്രി നമസ്കാരം കൂടി ഖിയാമുൽ ലൈൽ കൂടി ശീലിച്ചാൽ വളരെ ഖൈറാണ്. അത് മെല്ലെ മെല്ലെ തുടങ്ങിയാൽ മതി. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖാമ ബിഅശ്രി ആയാത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. നിങ്ങൾ 10 ആയത്തുകൾ ഓതിക്കൊണ്ട് രാത്രിയിൽ നമസ്കരിച്ചാൽ ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതപ്പെടുകയില്ല. ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ. നമുക്കറിയാം ശഅബാൻ മാസത്തിൽ അധികം ആളുകളും അശ്രദ്ധമാകുന്നു എന്ന് റസൂൽ പറഞ്ഞില്ലേ. 10 ആയത്തുകൾ ഓതി രാത്രി നമസ്കരിക്കുന്ന ഒരാൾ ഗഫലത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുകയില്ല എന്നാണ്. പിന്നെ പറഞ്ഞു, വമൻ ഖാമ ബിമിഅത്തി ആയത്തിൻ കുത്തിബ മിനൽ ഖാനിതീൻ. 100 ആയത്തുകൾ ഓതി രാത്രി നമസ്കരിച്ചാൽ ഖാനിതീങ്ങളിൽ അള്ളാഹുവിന് വഴിപ്പെട്ട ധാരാളമായി അള്ളാഹുവിന് അനുസരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പേര് എഴുതപ്പെടുന്നതാണ്. വമൻ ഖാമ ബി അൽഫി ആയത്തിൻ കുത്തിബ മിനൽ മുഖൻതിരീൻ. എന്നാൽ 1000 ആയത്തുകൾ ഓതി രാത്രി നമസ്കരിച്ചാൽ സൽക്കർമ്മങ്ങൾ കൂമ്പാരമായി വാരിക്കൂട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരുടെ പേര് എഴുതി വെക്കുന്നതാണ്. അപ്പൊ ഇവിടെ 10 ആയത്തിൽ നിന്നും തുടങ്ങി പിന്നെ 100, 1000 എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആദ്യ ദിവസം തന്നെ 1000 ആയത്തുകൾ ഓതി നമസ്കരിക്കാൻ പറ്റൂല, 100 ആയത്ത് ഓതി നമസ്കരിക്കാൻ പറ്റൂല. എന്നാൽ മെല്ലെ സൂറത്തുൽ ഫാത്തിഹയും ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ തന്നെ 10 ആയത്തായി. അത് മെല്ലെ മെല്ലെ ശീലിച്ച് പിന്നെ ആയത്തുകളിൽ വർധനവുണ്ടാക്കി പിന്നീട് ധാരാളമായി ഖുർആൻ ഓതി നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കും. അത് പരിശീലനത്തിലൂടെ. ഇബാദത്തുകളിൽ പരിശീലനം വേണം. നമ്മുടെ മനസ്സും ഖൽബും ശരീരവും വഴങ്ങി വരണം. അതിന് പരിശീലനം അത്യാവശ്യമാണ്. സൽക്കർമ്മങ്ങൾ മെല്ലെ മെല്ലെ തുടങ്ങിയാൽ നമുക്കതിനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരം കൂടി ഇതിന്റെ കൂടെ ശീലിച്ചാൽ റമളാനിലെ തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരമൊക്കെ സുദീർഘമായി തന്നെ നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശഅബാൻ മാസത്തെ ഈ എല്ലാ കാര്യങ്ങളും, എല്ലാ സഹായങ്ങളും, ഈ എല്ലാ ഹിക്മത്തുകളും ശഅബാൻ മാസത്തിലെ നോമ്പിനും സൽപ്രവർത്തനങ്ങൾക്കുമുണ്ട് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഈ മാസത്തിൽ കൂടുതൽ നോമ്പ് നോറ്റു എന്നും എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ മാസത്തെ കൂടുതൽ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെട്ടു എന്നും ഉള്ള ആ വിഷയത്തിന്റെ ഉത്തരം നമുക്ക് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ശഅബാൻ മാസത്തിലെ ആ നോമ്പ് റവാത്തിബ് സുന്നത്തിന്റെ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്, ഫർള് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള. കാരണം എത്രമാത്രം അതിനോടടുത്ത് വരുന്നുവോ. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, സിയാമു ശഅബാൻ അഫ്ളലു മിൻ സിയാമിൽ അശ്ഹുരിൽ ഹുറും. പവിത്രമാസങ്ങളിലുള്ള നോമ്പിനേക്കാൾ ശഅബാനിലെ നോമ്പിന് പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. വ അഫ്ളലു തതവ്വുഇ മാ കാന ഖരീബൻ മിൻ റമളാന ഖബ്ലഹു വ ബഅദഹു. കാരണം റമളാനിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന, ഉദാഹരണത്തിന് ശവ്വാൽ മാസത്തിൽ 6 നോമ്പിന്റെ പ്രാധാന്യം നമുക്കറിയാം. അത് റമളാനിന് ശേഷമാണ്. അപ്പോൾ ശഅബാൻ അതിന്റെ തൊട്ടു മുമ്പ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫർള് നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പ്രാധാന്യമുള്ളതുപോലെ റമളാനിന്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ മാസത്തിലെ നോമ്പിനും അതിനുശേഷമുള്ള ശവ്വാൽ മാസത്തിലെ നോമ്പിനും മറ്റേത് സുന്നത്ത് നോമ്പിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു ശഅബാൻ മാസത്തിലെ നോമ്പ് എന്ന റിവായത്തും അതിലേക്കാണ് നമുക്ക് സൂചന നൽകുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ മാസമാണ് ശഅബാൻ മാസം. റമളാനിനെ വരവേൽക്കുക എന്ന തയ്യാറെടുപ്പ് അതിലുണ്ട്. അതോടൊപ്പം തന്നെ ശഅബാനിന് തന്നെ നിശ്ചയിക്കപ്പെട്ട ധാരാളം ഫളായിലുകളുണ്ട്. അതിലൂടെ നമുക്ക് വളരെ വലിയ നേട്ടങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശഅബാൻ മാസത്തെയും തുടർന്ന് വരുന്ന റമളാനിനെയും ഏറ്റവും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.